ഇരിക്കൂർ മാമാനം സിദ്ദീഖ് നഗർ റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. റോഡിൽ വൻ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഇരിക്കൂർ മാമാനം സിദ്ദീഖ് നഗർ റോഡാണ് ശോചനീയാവസ്ഥയിലുള്ളത്. മിക്ക ഭാഗവും തകർന്ന് വൻ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുഷ്കരമായിരിക്കുകയാണ്. മാമാനം ജംഗ്ഷനോട് ചേർന്ന ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. സിദ്ദീഖ് നഗർ ഇറക്കത്തിൽ 10 മീറ്ററോളം ദൂരത്തിൽ മെറ്റലുകൾ ഇളകിക്കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീണുള്ള അപകടവും പതിവാണ്. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹന യാത്രക്കാർ തെന്നി വീണതായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു. കല്യാൺ റോഡുണ്ടല്ലോ, മാമാനത്തിന് കയറി വരുന്ന റോഡ്, അവിടെ വെച്ച് 1-2 പ്രാവശ്യം ബൈക്കിൽ ഇരിക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ റോഡ് വല്ലാണ്ട് പൊട്ടിപ്പൊളിഞ്ഞിട്ടാവുള്ളത്. അതിപ്പം നമുക്ക് അധികൃതർ അത് റോഡിൽ നിന്ന് ശരിയായി കിട്ടിയെങ്കിൽ അത്രയും നല്ലതായിരുന്നു. പിന്നെ ഇവിടെ ലോറി പോകുന്നുണ്ട്, വണ്ടി സ്കൂൾ ടൈമിന് ലോറി വേച്ച് ഇതിൽക്കൂടെ പോവുക. അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിലും ഇതിൽക്കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ശ്രീണ്ടാരും അങ്ങനെ പോകാൻ എളുപ്പത്തിന് ഇതിൽക്കൂടി പോകുന്നതാണ്. കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞിട്ടാവുള്ളത്, പോകാൻ എന്തായാലും വിഷമമാണ്. അപ്പോൾ അത് പരമാവധി വേഗത്തിലും സോൾവ് ചെയ്ത് കിട്ടിയെങ്കിൽ അത്രയും ഒരു ഉപകാരമായിരുന്നു. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മാമാനം മഹാദേവി ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി ബ്ലാത്തൂർ സിദ്ദീഖ് നഗറിൽ എത്തിച്ചേരുന്ന റോഡാണിത്. 1 കിലോമീറ്ററോളം ദൂരമുള്ള റോഡ് ഇരിക്കൂർ പഞ്ചായത്തിന് കീഴിലാണ്. ശ്രീകണ്ഠാപുരം മയ്യിൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബ്ലാത്തൂർ ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴി കൂടിയാണിത്. ഭാരം കയറ്റി വരുന്ന ലോറികളാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന പരാതിയും വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.